بسم الله الرحمن الرحيم മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ ആദ്യമായും അവസാനമായും ഒരു ഹജ്ജ് മാത്രമാണ് നിർവഹിച്ചത്. ഹജ്ജിന് പുറപ്പെടുന്ന വിവരം വിളംബരം ചെയ്തു. അറേബ്യയുടെ നാനാഭാഗങ്ങളിലും ആ വിളംബരം മാറ്റൊലി കൊണ്ടു. പ്രവാചകന്റെ മരണത്തിന്റെ ഏകദേശം 3 മാസം മുൻപാണിത്. 100,000-ഓളം വിശ്വാസികളെയും കൂട്ടി പ്രവാചകൻ മക്കയിലേക്ക് പുറപ്പെട്ടു. ദുൽഹജ്ജ് 9-ന് പ്രവാചകൻ അറഫയിൽ നടത്തിയ ചരിത്രപ്രസിദ്ധമായ പ്രസംഗം, ആ മനുഷ്യാവകാശ പ്രഖ്യാപനത്തിന്റെ രത്നച്ചുരുക്കം. ജനങ്ങളെ, എന്റെ ഓരോ വാക്കുകളും ശ്രദ്ധാപൂർവം ശ്രവിച്ചാലും ഇവിടെ വെച്ച് ഇനിയും ഒരിക്കൽ കൂടി ഒരുമിച്ച് കൂടാൻ സാധിക്കുമോ എന്നെനിക്കറിയില്ല. ജനങ്ങളെ, നിങ്ങളുടെ രക്തവും സമ്പത്തും അന്ത്യനാൾ വരെ പവിത്രമാണ്. ഈ രാജ്യത്തിന്റെയും ഈ മാസത്തിന്റെയും ഈ ദിവസത്തിന്റെയും പവിത്രത പോലെ നിങ്ങളുടെ സ്രഷ്ടാവുമായി കണ്ടുമുട്ടുന്ന ഒരു ദിവസം വരാനിരിക്കുന്നു. അന്ന് നിങ്ങളുടെ ചെയ്തികളെക്കുറിച്ച് അവൻ ചോദ്യം ചെയ്യുന്നതാണ്. ജനങ്ങളെ, അനിസ്ലാമിക കാലത്തെ എല്ലാവിധ കുലമഹിമകളും പദവികളും ഞാനിതാ അസാധുവാക്കിയിരിക്കുന്നു. എല്ലാ പ്രതികാര നടപടികളും എല്ലാ കുടിപ്പകയും ഞാനിതാ റദ്ദ് ചെയ്തിരിക്കുന്നു. ജാഹിലിയത്തിലെ പലിശ ഞാനിതാ സമ്പൂർണമായി നിരോധിച്ചിരിക്കുന്നു. പിശാചിന്റെ ദുർബോധനത്തെക്കുറിച്ച് നിങ്ങൾ ജാഗരൂകരായിരിക്കുക. വല്ലവരുടെയും കൈവശം വിശ്വസിച്ചേൽപ്പിക്കപ്പെട്ട വല്ലതുമുണ്ടെങ്കിൽ അതിന്റെ അവകാശികൾക്ക് അത് തിരിച്ചേൽപ്പിക്കുക. നിങ്ങളോട് നിങ്ങളുടെ പത്നിമാർക്ക് കടപ്പാടുള്ളതുപോലെ തന്നെ നിങ്ങൾക്ക് അവരോടും കടപ്പാടുണ്ട്. അവരുടെ കാര്യത്തിൽ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക. കാരണം അള്ളാഹുവിന്റെ നാമത്തിലാണ് നിങ്ങൾ അവരെ ഇണകളായി സ്വീകരിച്ചിട്ടുള്ളത്. അവർ നിങ്ങളുടെ ആശ്രിതരും പങ്കാളികളുമാണ്. അവർക്ക് മാന്യമായ നിലയിൽ ഭക്ഷണവും വസ്ത്രവും നൽകുക എന്നത് നിങ്ങളുടെ കടമയാണ്. മുസ്ലിങ്ങൾ പരസ്പരം സഹോദരന്മാരാണ്. തന്റെ സഹോദരൻ തൃപ്തിയോടെ തരുന്നതല്ലാതെ ആർക്കും ഒന്നും അനുവദനീയമല്ല. അതിനാൽ പരസ്പരം ഹിംസകളിൽ ഏർപ്പെടാതിരിക്കുക. മനുഷ്യരെ, നിങ്ങളുടെയെല്ലാം ദൈവം ഒന്നാണ്. നിങ്ങളുടെ പിതാവ് ഒന്നാണ്. നിങ്ങളെല്ലാം ആദമിൽ നിന്നാണ്. ആദമാവട്ടെ മണ്ണിൽ നിന്നും. കൂടുതൽ ദൈവിക ഭയഭക്തിയുള്ളവരാണ് അള്ളാഹുവിങ്കൽ ഏറ്റവും വലിയ ശ്രേഷ്ഠതയുള്ളവർ. അറബിക്ക് അനറബിയേക്കാളോ അനറബിക്ക് അറബിയേക്കാളോ വെളുത്തവന് കറുത്തവനേക്കാളോ കറുത്തവന് വെളുത്തവനേക്കാളോ ദൈവിക ഭക്തി കൊണ്ടല്ലാതെ യാതൊരു മഹത്വവുമില്ല. എനിക്ക് ശേഷം ഇനിയൊരു പ്രവാചകനില്ല. നിങ്ങൾക്ക് ശേഷം ഒരു സമുദായവുമില്ല. നിങ്ങളുടെ സ്രഷ്ടാവിനെ നിങ്ങൾ ആരാധിക്കുക. 5 നേരം നമസ്കരിക്കുകയും സകാത്ത് കൊടുക്കുകയും നോമ്പനുഷ്ഠിക്കുകയും ഹജ്ജ് നിർവഹിക്കുകയും ചെയ്യുക. നിങ്ങളിൽ നിന്നുള്ള ഭരണാധികാരികളെ നിങ്ങൾ അനുസരിക്കുക. ജനങ്ങളെ, എന്റെ വാക്കുകൾ ശ്രദ്ധാപൂർവം കേൾക്കുക. നിങ്ങളുടെ മുൻപിൽ 2 കാര്യങ്ങൾ വിട്ടേച്ചുകൊണ്ടാണ് ഞാൻ പോകുന്നത്. അത് മുറുകെ പിടിക്കുന്ന കാലമത്രയും നിങ്ങൾ വ്യതിചലിച്ചു പോകില്ല. അള്ളാഹുവിന്റെ ഗ്രന്ഥവും അവന്റെ ദൂതന്റെ ചര്യയുമത്രേ അത്. എന്നെക്കുറിച്ച് അള്ളാഹു നിങ്ങളോട് ചോദിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ എന്താണ് മറുപടി പറയുക? അവർ ഒരേ സ്വരത്തിൽ പറഞ്ഞു, താങ്കൾ ഗുണകാംക്ഷ കാണിച്ചു, ദൗത്യം നിർവഹിച്ചു, എല്ലാം ഞങ്ങൾക്ക് എത്തിച്ചു തന്നു. അതിന് ഞങ്ങളിതാ സാക്ഷ്യം വഹിച്ചിരിക്കുന്നു. തന്റെ ചൂണ്ടുവിരൽ ആകാശത്തേക്ക് ഉയർത്തിക്കൊണ്ട് പ്രവാചകൻ 3 പ്രാവശ്യം പറഞ്ഞു, അല്ലാഹുവേ, നീ സാക്ഷിയാണ്. തുടർന്ന് ദൈവീക വചനമിറങ്ങി, ഇന്ന് ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ മതം പൂർത്തിയാക്കി തന്നിരിക്കുന്നു. എന്റെ അനുഗ്രഹം ഞാൻ നിങ്ങൾക്ക് നിറവേറ്റി തരികയും ചെയ്തിരിക്കുന്നു. മതമായി ഇസ്ലാമിനെ ഞാൻ നിങ്ങൾക്ക് തൃപ്തിപ്പെട്ടു തന്നിരിക്കുന്നു. അത് മാനവ സമൂഹത്തോട് വിശുദ്ധ ഖുർആൻ വിളംബരം ചെയ്തു. അതിനാൽ അറിയുക, നിങ്ങളിൽ ഹാജറുള്ളവർ ഹാജറില്ലാത്തവർക്ക് ഈ സന്ദേശം എത്തിച്ചു കൊടുക്കുക.